morning. Good morning, Megha. Nimisha. Good morning, Miss. Okay, good morning. Megha, കേൾക്കുന്നില്ലേ? Megha. മെഹയ്ക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ? നിമിഷയ്ക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ? പറ്റുന്നുണ്ട്. ഓക്കെ. നമ്മള് ചാപ്റ്റർ 8 ഫ്രണ്ട് ഓഫീസ് ആയിരുന്നു പഠിച്ചോണ്ടിരുന്നത് അല്ലെ? എന്തൊക്കെയാ നമ്മള് ഫ്രണ്ട് ഓഫീസിന്റെ ഫങ്ഷൻസ് പറഞ്ഞത്? വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ്? ഏതൊക്കെയായിരുന്നു മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ്? നോക്കിയായിരുന്നോ കഴിഞ്ഞ ദിവസം ചാപ്റ്റർ? ഫ്രണ്ട് ഓഫീസിന് കീഴിൽ വരുന്ന ഫങ്ഷൻസ് ഏതൊക്കെയാ? ഒരു പോയിന്റ് ആയിട്ട് നമ്മൾ 5 പോയിന്റ് പഠിച്ചില്ലേ? ഏതൊക്കെയായിരുന്നു? രജിസ്ട്രേഷൻ, നെക്സ്റ്റ് ഏതാ? ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ്. ഏതൊക്കെയായിരുന്നു ഫങ്ഷൻസ്? രജിസ്ട്രേഷൻ, ഇൻഫർമേഷൻ ടു ദ ഗസ്റ്റ്, ഗസ്റ്റിനുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കൊടുക്കുന്നു അല്ലെ? ഇൻഫർമേഷൻ ടു ദ ഗസ്റ്റ്. പിന്നെ ക്യാഷ് കളക്ഷൻ, ക്യാഷ് കളക്ട് ചെയ്യുന്നു, ക്യാഷ് കളക്ഷൻ. ഇൻഫർമേഷൻ ഓർ എൻക്വയറി ഹാൻഡ്ലിംഗ്, ഇൻഫർമേഷൻ ഓർ എൻക്വയറി ഹാൻഡിൽ. ഇൻഫർമേഷനും അതുപോലെ എന്തെങ്കിലും എൻക്വയറി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൈകാര്യം ചെയ്യുക, ഹാൻഡിൽ ചെയ്യുക. നെക്സ്റ്റ് ഫിഫ്ത്ത്, റിപ്പോർട്ട് മേക്കിംഗ്. അങ്ങനെ 5 ഫങ്ഷൻസ് ആണ് പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചത് ഫ്രണ്ട് ഓഫീസിന്റെ ഫങ്ഷൻസ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കിയത് എങ്ങനെയാ, എത്ര പെർസെന്റേജ് കസ്റ്റമർ ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് ചെയ്യുന്നുണ്ട്, അത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരുന്നു എന്നാണ് പഠിച്ചത് അല്ലെ? 1% ഡൈ, 2% മൂവ് അവേ, 5% ഡെവലപ്പ് ഇൻ അതർ റിലേഷൻഷിപ്പ്, അതൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. പിന്നെ നെക്സ്റ്റ് നമ്മൾ എന്താ പഠിച്ചത്? ഏരിയാസ് കമ്മിങ് അണ്ടർ ഫ്രണ്ട് ഓഫീസ്. നോക്കണം, ഫ്രണ്ട് ഓഫീസിന് കീഴിൽ വരുന്ന ഏരിയകൾ ഏതൊക്കെയാണ്? വാട്ട് ആർ ദ ഏരിയാസ് കമ്മിങ് അണ്ടർ ഫ്രണ്ട് ഓഫീസ്? ഏതൊക്കെയാണ് ഫ്രണ്ട് ഓഫീസിന് കീഴിൽ വരുന്ന ഏരിയാസ് പറഞ്ഞത്? മെയിൻ റിസപ്ഷൻ, കൺസൾട്ടേഷൻ റൂം, ഡയഗ്നോസ്റ്റിക്. ഇതെല്ലാം ഫ്രണ്ട് ഓഫീസിന് കീഴിൽ വരുന്ന ഏരിയാസ് ആണ്. മേഘ, ഡയഗ്നോസ്റ്റിക്കിൽ ഏതൊക്കെയാ നമ്മൾ പറഞ്ഞത്? മേഘ ഇവിടെ ഇല്ലേ? ജസ്റ്റ് ഇത് ആണ് ഇല്ലേ? നെക്സ്റ്റ് ആരാ? അഖിലയാണോ കയറിയേക്കുന്നേ? അനുഷ. ഏതാ മിസ്സേ? ഞാൻ കുറെ ദിവസമായി ക്ലാസ് കയറാത്ത, പനിയാണ്. അതെ, ഒന്ന് ജസ്റ്റ് ഓക്കെ. മൈക്ക് ഓൺ ആയിണ്ടോ എന്ന് തോന്നുന്നു. ഞങ്ങളപ്പോ ഒരു പുതിയ ചാപ്റ്റർ ഒക്കെ തുടങ്ങി. ഫ്രണ്ട് ഓഫീസ് ആണ് ഇന്നിപ്പോ ലാസ്റ്റ് ക്ലാസ് ആണ് നമ്മുടെ. ഇതോടുകൂടി നിങ്ങളുടെ പോർഷൻസ് ഫുള്ള് കഴിയും. അതിനകത്ത് ഫ്രണ്ട് ഓഫീസ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ഒരു ഡിസീസ് ആയിട്ട് നമ്മൾ ചെയ്യാനോ കൺസൾട്ടേഷനോ ഒക്കെ ആയിട്ട് ചെല്ലുമ്പോൾ ഹോസ്പിറ്റലിൽ നമ്മൾ ആദ്യം ചെല്ലുന്നത് കോൺടാക്ട് ചെയ്യുന്ന ഏരിയ ആണ് ഫ്രണ്ട് ഓഫീസ്. അപ്പൊ അതിന്റെ ഫങ്ഷൻസ് ആണ് ഇപ്പോ 5 പറഞ്ഞത്. നെക്സ്റ്റ് ഫ്രണ്ട് ഓഫീസിന് കീഴിൽ വരുന്ന ഏതൊക്കെയാണ് ഏരിയകൾ പറഞ്ഞത്? മെയിൻ റിസപ്ഷൻ വരുന്നുണ്ട്, കൺസൾട്ടേഷൻ വരുന്നുണ്ട്, ഡയഗ്നോസ്റ്റിക് വരുന്നുണ്ട്. അതിനകത്ത് ECG, ECHO, എക്കോ, പിന്നെ അതുപോലെ MRI, CT സ്കാൻ ഒക്കെ പറഞ്ഞു. അതിന്റെ എക്സ്പാൻഡഡ് ഫോം പറഞ്ഞു കേട്ടോ. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യണം. ഇലക്ട്രോ കാർഡിയോഗ്രാം, ECG, ECHO എന്ന് പറഞ്ഞാൽ എക്കോ കാർഡിയോഗ്രാം. പിന്നെ നമ്മൾ MRI പഠിച്ചതാണ്, റേഡിയോളജിയിൽ പഠിച്ചതാണ് മാഗ്നറ്റിക് റിസണൻസ് ഇമേജിങ്. ഓക്കെ, പിന്നെ CT സ്കാൻ. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് മെയിൻ ഗോൾ ആണ്. മെയിൻ ഗോൾ എന്താ പറഞ്ഞത്? ഫ്രണ്ട് ഓഫീസിന് മെയിൻ ഗോൾ എന്ന് പറഞ്ഞാൽ വരുന്നേ
നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇതൊക്കെ ബില്ലൊക്കെ സെറ്റിൽ ചെയ്ത് പോകുന്ന ലീവ് ചെയ്യുന്ന പേഷ്യൻസിന്റെ മുഖത്ത് നല്ലൊരു സ്മൈൽ അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുക അല്ലെ. അപ്പൊ അത് അവരുടെ സ്റ്റാഫും ജീവനക്കാരും ഒക്കെ അതേ രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ളത്, പരിപാലിച്ചു എന്ന തോന്നല് അങ്ങനെ ചെയ്യുക. ഇതാണ് ഫ്രണ്ട് ഓഫീസിന്റെ അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റിന്റെ ഒരു മെയിൻ ഗോൾ എന്ന് പറയുന്നത്. Your main goal is to have each patient leave with a smile or satisfaction on their face and a feeling of having been well taken care of by you. നമ്മൾ നന്നായിട്ട് അവരെ കെയർ കൊടുത്തു. യുവർ എംപ്ലോയീസ്, നിങ്ങളുടെ എംപ്ലോയീസും കൊളീജീസും ഒക്കെ അവരെ നല്ല രീതിയിൽ കെയർ ചെയ്തു. അവർ നല്ല രീതിയിൽ സ്മൈലോട് കൂടി നല്ല സാറ്റിസ്ഫാക്ഷനോട് കൂടിയാണ് ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞത് ഡീലിംഗ് വിത്ത് അപ്സെറ്റ് കസ്റ്റമേഴ്സ്. അപ്സെറ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ നമ്മൾ അവരോട് ഡീൽ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അല്ലെ. അവരുടെ കാര്യങ്ങൾ പ്രത്യേകം അവരെ ലിസൺ ചെയ്യുക, കേൾക്കുക, അന്ന് ആഫ്റ്റർ സൊല്യൂഷൻ അല്ലെ. അതിനുശേഷം ഒരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ നിർദ്ദേശിക്കുക. പിന്നെ അടുത്തത് നമ്മൾ പറഞ്ഞത് റോൾ ഓഫ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക്. പിന്നെ അടുത്ത റോൾ ഓഫ് ഹെൽത്ത് ചെക്ക് ഡെസ്ക്, റിപ്പോർട്ട് ഡിസ്പാച്ച്, ടൈമിംഗ്. ഇനി ടൈമിംഗ് എത്ര ടൈമിംഗ് ഉണ്ട് ഫ്രണ്ട് ഓഫീസ്? എത്ര ടൈം വരും? എത്ര ടൈം? 24 hours. ഓക്കെ, വെരി ഗുഡ്. 24 hours ആണ് വർക്കിംഗ് ടൈം. പിന്നെ അതുപോലെ എത്ര ഷിഫ്റ്റ് ആയിട്ടാ വർക്ക് ചെയ്യുന്നത്? സ്റ്റാഫ് വർക്കിംഗ് 3 ഷിഫ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് ഓർ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ് അല്ലെ. ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് പേഴ്സൺ ഹു വർക്ക് ഇൻ ദ ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് ആൻഡ് മാനേജ് വേരിയസ് ടാസ്ക്. ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആ പേഴ്സൺ ആണ് ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവരെ വെച്ചാൽ പല കാര്യങ്ങളും പല ടാസ്കുകളും അവർ മാനേജ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു ഈ ചെറിയ ഹോസ്പിറ്റൽസിലൊക്കെ ആണെങ്കിൽ അവര് എങ്ങനെയാണ് ക്ലറിക്കലും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടിയും രണ്ടും ഹാൻഡിൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. സ്മോളർ ഓഫീസേഴ്സിലൊക്കെ ആണെങ്കിൽ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് വിൽ റെസ്പോൺസിബിൾ ഫോർ ബോത്ത് ദ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ക്ലിനിക്കൽ ഡ്യൂട്ടീസ്, രണ്ടും ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. എന്നാൽ വലിയ ഹോസ്പിറ്റൽസിലാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഓൺലി ദ റെസ്പോൺസിബിൾ, ഒന്നില്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് മാത്രം കാര്യങ്ങൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ ക്ലറിക്കൽ ഡ്യൂട്ടീസ് ചെയ്താൽ മതി. അവരുടെ പൊസിഷൻ എന്ന് പറഞ്ഞ ഏതാണ്? മെഡിക്കൽ ഓഫീസ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ മെഡിക്കൽ അസിസ്റ്റന്റ്, റിസപ്ഷനിസ്റ്റ് ഓർ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ. ഇതൊക്കെയാണ് പ്രൊഫഷൻ, ഇതൊക്കെയാണ് അവരുടെ പൊസിഷൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളല്ലായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അല്ലേ? ഇതല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ആക്കിയത്? ഇത്രയല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മെയിൻ ജോബ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റിന്റെ മെയിൻ ഡ്യൂട്ടീസ് എന്തൊക്കെയാ വരുന്നത്, അതുപോലെ തന്നെ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാന്ന് നോക്കുന്നത്. ഇവിടെ കുറച്ച് പോയിന്റ് ഔട്ട് ചെയ്ത് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ 1 by 1 ആയിട്ട് നമുക്ക് ആ പോയിന്റുകൾ നോക്കി പോകാം കേട്ടോ. മെയിൻ ജോബ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഫസ്റ്റ് നോക്കിയേ, ഫസ്റ്റ് വൺ, വെൽക്കംസ് ആൻഡ് ഗ്രീറ്റ് ഓൾ patients and visitors personally or over the phone. അതപ്പോ എല്ലാ പേഷ്യൻസിനെയും എങ്ങനെയാ ഒന്നല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടോ അല്ലെങ്കിൽ ഫോൺ കോളിലൂടെയൊക്കെ വെൽക്കം ചെയ്യുക, അതുപോലെ തന്നെ അവരെ ഗ്രീറ്റ് ചെയ്യുക, അവരെ അഭിവാദ്യം ചെയ്യുകയും ചെയ്യുക. അതിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അവരെ വെൽക്കം ചെയ്യാം, അല്ലെങ്കിൽ ഫോൺ കോൾസിലൂടെയൊക്കെ വെൽക്കം ചെയ്യാം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഇതിനകത്ത് പറയുന്നത്. ജോബില് മെയിൻ ജോബിൽ വരുന്നത് ആർക്കടിയ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റിന്റെ ഫസ്റ്റ് പറഞ്ഞേക്കുന്നത് വെൽക്കംസ് ആൻഡ് ഗ്രീറ്റ്സ് ഓൾ പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ് പേഴ്സണലി ഓർ ഓവർ ദ ഫോൺ. നെക്സ്റ്റ് സെക്കൻഡ് വൺ നോക്കിയേ, ദ റിസപ്ഷനിസ്റ്റ് ഇഫ് യു can't verbally greet the patients, getting eye contact with them, lets them know you are aware of their presence and will get to them as soon as possible. ഇത് നോക്കിയേ, സെക്കൻഡ് വൺ നോക്കിയേ,
the receptionist even if you can't verbally greet the patients. ഇപ്പൊ നമുക്ക് പേഷ്യൻസിന് നേരെ ചെന്ന് അവരോട് വെർബലി നമുക്ക് നേരെ ചെന്ന് അവരെ ഗ്രീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യാം? അവര് ഐ കോണ്ടാക്റ്റിലൂടെ അവര് ഒന്ന് ആ ചെല്ലുന്ന പേഷ്യൻസിനെ നിങ്ങളെ ഞങ്ങൾ കണ്ടു, ഞങ്ങളിപ്പോ തന്നെ നിങ്ങളെ വിളിക്കാം, പരിഗണിക്കാം എന്നുള്ളത് ആ ഐ കോണ്ടാക്റ്റിലൂടെ അവരുമായിട്ട് ഒരു ബന്ധം നിർത്തണം. എന്നിട്ട് അപ്പൊ തന്നെ വേഗം തന്നെ അവർക്ക് അവരുടെ അടുത്തേക്ക് ചെന്ന് അവരുടെ കാര്യങ്ങൾ ഡീൽ ചെയ്യുകയും ചെയ്യണം. You are aware of their presence and will get to them as soon as possible. എത്രയും വേഗം തന്നെ അവരെ നേരിട്ട് കണ്ട് അവരെ സമീപിക്കുകയും അവരുടെ കാര്യങ്ങൾ ചോദിച്ച് എന്താണ് ആവശ്യം എന്നുള്ളത് ചോദിച്ച് അവരെ വേഗം തന്നെ അവരെ സമീപിക്കുകയും ചെയ്യണം. ഓക്കെ, അതാണ് രണ്ടാമത്തെ പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ വേറെ എന്തെങ്കിലും ഡ്യൂട്ടീസ് ചെയ്യുകയാണെങ്കിൽ വേറൊരു പേഷ്യന്റ് വന്ന് നിന്ന് അവരെ അവഗണിക്കുന്നു എന്നൊരു തോന്നൽ അവരിൽ ഉണ്ടാവരുത്. അപ്പൊ നമ്മൾ ആ ചെയ്യുന്ന ഡ്യൂട്ടീസിന്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് കണ്ണുകൊണ്ട് ഒരു ഐ കോണ്ടാക്ട് ആ മറ്റൊരു പേഷ്യന്റിന് കൊടുക്കുക, ഞങ്ങൾ കണ്ടുട്ടോ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേ, ഇപ്പൊ തന്നെ നോക്കാം എന്നുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇത് അവരോട് ആ പേഷ്യന്റിനോട് കാണിക്കണം. അല്ലെങ്കിലോ ഇപ്പൊ ഒരാളെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ചോദിക്കുകയാണ്, ഇവരെ നിൽക്കുന്ന ആളെ മൈൻഡ് ചെയ്യുന്നില്ലേ, അയാൾക്ക് ഒരു തോന്നലും ഒരു ഫീല് വരൂലേ ആ പേഷ്യന്റ്, ഞങ്ങളെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ഇത് ഒരിക്കലും വരുന്ന പേഷ്യൻസിന് ഉണ്ടാക്കരുത്. അപ്പൊ അതുകൊണ്ട് നേരിട്ട് അവരോട് പെട്ടെന്ന് ചെന്ന് അവരുടെ അടുത്തിട്ട് ഡയറക്റ്റ് ചെല്ലാൻ പറ്റിയില്ലെങ്കിലും ആ ഐ കോണ്ടാക്റ്റിലൂടെ ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അവരെ കണ്ടു എന്നൊരു തോന്നല് നമ്മൾ ഉണ്ടാക്കുക. പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് ആസ് സൂൺ ആസ് പോസിബിൾ എത്രയും പെട്ടെന്ന് അവരെ ഇവർക്കിടെ ഇത് കംപ്ലീറ്റ് ആയതിനു ശേഷം അവരെ പരിഗണിക്കുക. തേർഡ് നോക്കിയേ, റെസ്പോണ്ട് ടു എൻക്വയറീസ് ബൈ പേഷ്യൻസ്, prospective patients and visitors in a courteous manner. Okay, patient പിന്നെ അതുപോലെ തന്നെ എന്താണ് വരാൻ പോകുന്ന പ്രോസ്പെക്റ്റീവ് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താ, വരാൻ പോകുന്ന പേഷ്യൻസ്, വിസിറ്റേഴ്സ് എന്നിവരുടെ അന്വേഷണങ്ങളോടൊക്കെ ഒരു നല്ലൊരു courteous manner എന്ന് വെച്ചാൽ മാന്യമായ രീതിയിൽ അവരോട് പെരുമാറുക, പ്രതികരിക്കുക, അവർ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോ ചിലപ്പോ നമ്മുടെ ഇവിടെയുള്ള പേഷ്യൻസ് ആവാം, അല്ലെങ്കിൽ വരാൻ പോകുന്ന പേഷ്യൻസ് ആവാം, അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലും വിസിറ്റ് ചെയ്യാൻ വന്നവരാകാം. ആരായാലും അവരോട് നല്ല രീതിയിൽ പ്രതികരിക്കുക, ചോദിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആക്കി കൊടുക്കുക. ഓക്കെ, അതൊക്കെ. നെക്സ്റ്റ് ഫോർത്ത് വരുന്ന രജിസ്റ്റർ ന്യൂ പേഷ്യൻസ് അക്കോർഡിംഗ് ടു എസ്റ്റാബ്ലിഷ്ഡ് പ്രോട്ടോകോൾസ്. അത് ആ ഹോസ്പിറ്റലിൽ ഒരു പ്രോട്ടോകോൾസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ എസ്റ്റാബ്ലിഷ്ഡ് പ്രോട്ടോകോൾ, സ്ഥാപിതമായിട്ടുള്ള പ്രോട്ടോകോൾ അനുസരിച്ച് പുതിയ രോഗികളെ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ന്യൂ പേഷ്യൻസ്, അവിടെ ഹോസ്പിറ്റലിലുള്ള പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെ പുതിയ പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് അത് ഫോളോ ചെയ്ത് പോരാൻ പറ്റുന്നില്ലേ? പോയിന്റ്സുകൾ ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഫോർത്ത് പോയിന്റ് പറഞ്ഞ രജിസ്റ്റർ ന്യൂ പേഷ്യൻസ് അക്കോർഡിംഗ് ടു എസ്റ്റാബ്ലിഷ്ഡ് പ്രോട്ടോകോൾസ്. അപ്പൊ സ്ഥാപിതമായിട്ടുള്ള പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പുതിയ പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യുക. നെക്സ്റ്റ് ഫിഫ്ത് പോയിന്റ് നോക്കിയേ, രജിസ്റ്റർ ന്യൂ പേഷ്യൻസ് ആൻഡ് അപ്ഡേറ്റ് എക്സിസ്റ്റിംഗ് പേഷ്യന്റ് ഡെമോഗ്രാഫിക്സ് ബൈ കളക്ടിംഗ് ഡീറ്റെയിൽഡ് പേഷ്യന്റ് ഇൻഫർമേഷൻ ദാറ്റ് ഇൻക്ലൂഡ്സ് പേഴ്സണൽ ആൻഡ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. ഇത് നോക്കിയാൽ നെക്സ്റ്റ് പേഴ്സണലും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, വിവരങ്ങൾ ഉൾപ്പെടുന്ന വിശദമായ വിവരങ്ങൾ കളക്ട് ചെയ്ത് പുതിയ രോഗികളെ രജിസ്റ്റർ ചെയ്യുക എന്നാണ് പറഞ്ഞേക്കുന്നത്. അവരുടെ പേഴ്സണൽ, നമ്മൾ പറഞ്ഞല്ലോ പേഴ്സണൽ ഡീറ്റെയിൽസ്, നെയിം, അഡ്രസ്, ഫോൺ നമ്പർ, അങ്ങനെയുള്ള ഈ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉൾപ്പെടെ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് പുതിയ പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യുക. പിന്നെ അതുപോലെ ഇവിടെ പറയുന്നുണ്ടോ, അപ്ഡേറ്റ് എക്സിസ്റ്റിംഗ് പേഷ്യൻസ് ഡെമോഗ്രാഫിക്സ്, നിലവിലുള്ള പേഷ്യൻസുകളെ ഡെമോഗ്രാഫിക്സ് അപ്ഡേറ്റ് ചെയ്യുക. ഡെമോഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു എന്താ പറയാ, ഒരു ജനസംഖ്യ എന്നുള്ള മീനിങ് ആവും. എത്ര പോപ്പുലേഷൻ, അത്ര പേരുണ്ട്, നിലവിലുള്ള ആ പേഷ്യൻസിന്റെ ആ എണ്ണം, നമ്പർ ഒക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, അതാണ് നെക്സ്റ്റ് ഫിഫ്ത് പോയിന്റ് പറയുന്നത് കേട്ടോ. Register new patients and update existing patient demographics by collecting detailed
patient information that includes personal and financial information. അപ്പോൾ പേഴ്സണൽ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഉൾപ്പെടെയുള്ള ആ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ എക്സിസ്റ്റിംഗ് പേഷ്യന്റ്, നിലവിലുള്ള പേഷ്യൻസിന്റെ ആ നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ, എത്ര പേഷ്യൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുക. Next point, assist patient to complete all necessary forms and documentation, including medical insurance. Okay, patientsനെ മെഡിക്കൽ ഇൻഷുറൻസ്, ചില ആളുകൾക്ക് ഇൻഷുറൻസ് ഉണ്ടാവുമായിരിക്കുമല്ലോ, എല്ലാ സ്കീമുകളും ഇൻഷുറൻസ് ഉള്ള പേഷ്യൻസ് ആ മെഡിക്കൽ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള ഫോമുകളും ഡോക്യുമെന്റേഷനും ഒക്കെ കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യാനും അത് കംപ്ലീറ്റ് ആക്കാനും ഒക്കെ ഈ പേഷ്യൻസിനെ ഒന്ന് അസിസ്റ്റ് ചെയ്യുക, ഒന്ന് സഹായിച്ചു കൊടുക്കുക. അപ്പൊ ചില ഫോമുകളൊക്കെ ഇങ്ങനെ ആകുമ്പോ ഉണ്ടാവുമല്ലോ, ഈ എന്താ പറയുക, മെഡിക്കൽ ഇൻഷുറൻസിന്റെ ഭാഗമായിട്ട് കുറച്ച് ഫോമുകളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടിയൊക്കെ വരും. അപ്പൊ അവര് ജസ്റ്റ് ഓരോന്ന് പറഞ്ഞ് ഇവിടെയൊക്കെ ഫില്ല് ചെയ്യണം, ഇങ്ങനെയൊക്കെയാന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞ് ആ പേഷ്യൻസിനെ അത് കംപ്ലീറ്റ് ആക്കാൻ, ഫോംസും ഡോക്യുമെന്റേഷനും ഒക്കെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പേഷ്യൻസിനെ അസിസ്റ്റ് ചെയ്യുക, സഹായിച്ചു കൊടുക്കുക. ഓക്കെ, അതാണ് നെക്സ്റ്റ് പോയിന്റ്. നെക്സ്റ്റ് നോക്കിയേ. Next, ensure patient to complete all necessary forms and documentation, including medical insurance. അത് തന്നെയാണല്ലോ നെക്സ്റ്റ് വന്നേക്കുന്നത് അല്ലെ, പോയിട്ട് രണ്ടാക്കി തന്നെയുണ്ടോ? ഓക്കെ, അവിടെ അത് തന്നെ ആ പോയിന്റ് ഒന്നോടെ തന്നേക്കുന്നുള്ളൂ കേട്ടോ. അത് തന്നെയാ സെയിം വന്നേക്കുന്നത്. നോക്കി, പേഷ്യൻസിന് അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തേല് പറഞ്ഞേക്കുന്നത്. നോക്കിയ പോയിന്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞ അസിസ്റ്റ് പേഷ്യന്റ് ടു കംപ്ലീറ്റ് ഓൾ നെസസറി ഫോംസ് ആൻഡ് ഡോക്യുമെന്റേഷൻ ഇൻക്ലൂഡിംഗ് മെഡിക്കൽ ഇൻഷുറൻസ്. മെഡിക്കൽ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള ഫോമുകളും ഡോക്യുമെന്റേഷനും ഒക്കെ കംപ്ലീറ്റ് ആക്കാനായിട്ട് പേഷ്യൻസിനെ അസിസ്റ്റ് ചെയ്യുക, സഹായിക്കാം. പിന്നെ അതുപോലെ തന്നെ എൻഷുർ ചെയ്യുക. അടുത്തത് അവിടെ ഒരു ഇത് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. എൻഷുർ ചെയ്യുക എന്ന് വെച്ചാൽ ഉറപ്പാക്കുക. Patient to complete all necessary forms and documentation, including medical insurance. മെഡിക്കൽ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള ആ അത്യാവശ്യമുള്ള ഫോംസുകളും ഡോക്യുമെന്റേഷനും ഒക്കെ കംപ്ലീറ്റ് ആണ് എന്നുള്ളത് പേഷ്യന്റിന് ഉറപ്പാക്കുക. അതാണ് അവിടെ പറഞ്ഞേക്കുന്നത് കേട്ടോ. മറ്റത് കംപ്ലീറ്റ് ആക്കാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. രണ്ടാമത്തേത് പറഞ്ഞേക്കുന്നത് ഇതെല്ലാം ഇൻഷുറൻസും ക്ലെയിമും കാര്യങ്ങളും ഒക്കെ കംപ്ലീറ്റ് ആണ് എന്നുള്ളത് പേഷ്യൻസിനെ ഉറപ്പുവരുത്തുക. ഓക്കെ, എല്ലാം ഫിനിഷ് ആണ്, കറക്റ്റ് ആണെന്നുള്ളത് തന്നെ അവർക്കൊന്ന് ഉറപ്പ് കൊടുക്കുകയും ചെയ്യുക. എൻഷുർ ചെയ്യുക എന്ന് വെച്ചാൽ ഉറപ്പുവരുത്തുക എന്നുള്ള അർത്ഥം. പേഷ്യൻസിന് ഉറപ്പ് കൊടുക്കുക. മെഡിക്കൽ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള ഫോംസുകളും ഡോക്യുമെന്റേഷനും കംപ്ലീറ്റ് ആണ്, നിങ്ങളുടെ എല്ലാം കംപ്ലീറ്റ് ആണ് എന്നുള്ളത് അവരെ പേഷ്യൻസിന് ഉറപ്പ് കൊടുക്കുക. ഇനി അടുത്ത നോക്കിയ എൻഷുർ പേഷ്യൻസ് ഇൻഫർമേഷൻ ഈസ് ആക്യുറേറ്റ് ഇൻക്ലൂഡിംഗ് ബില്ലിംഗ് ഇൻഫർമേഷൻ. ബില്ലിംഗ് വിവരങ്ങൾ ഉൾപ്പെടെയുള്ള പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ കറക്റ്റ് ആണ് എന്നുള്ളത് ഉറപ്പാക്കുക. Ensure patient's information is accurate, including billing information. Billing വിവരങ്ങൾ ഉൾപ്പെടെയുള്ള രോഗികളുടെ വിവരങ്ങളൊക്കെ കൃത്യമാണ് എന്നുള്ളത് എൻഷുർ ചെയ്യുക, ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് പോയിന്റ്, inform patients of medical office procedure and policies. Inform patients of മെഡിക്കൽ ഓഫീസ് പ്രൊസീജിയേഴ്സ് ആൻഡ് പോളിസീസ്. മെഡിക്കൽ ഓഫീസ് നടപടിക്രമങ്ങളും പോളിസികളും ഒക്കെ പേഷ്യൻസിനെ അറിയിച്ചു കൊടുക്കുക. അപ്പൊ അവിടെ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെ പോളിസീസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ പേഷ്യൻസിന് ഒരു ഇൻഫർമേഷൻ കൊടുക്കുക. ഹോസ്പിറ്റലിലുള്ള മെഡിക്കൽ പ്രൊസീജിയേഴ്സും മെഡിക്കൽ ഓഫീസ് പ്രൊസീജിയേഴ്സും പോളിസികളും ഒക്കെ പേഷ്യൻസിന് പറഞ്ഞ് അതേക്കുറിച്ച് പേഷ്യൻസിനൊക്കെ ഒരു ഇൻഫർമേഷൻ കൊടുക്കുക. നെക്സ്റ്റ് പോയിന്റ്, മെയിൻറ്റെയിൻ ആൻഡ് മാനേജ് പേഷ്യൻസ് റെക്കോർഡ്. പേഷ്യൻസിന്റെ റെക്കോർഡ്സ്, ഡീറ്റെയിൽസ് അടങ്ങുന്ന റെക്കോർഡ്സുകൾ മാനേജ് ചെയ്യുക, അതുപോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുക.
മെയിൻറ്റെയിൻ ആൻഡ് മാനേജ് പേഷ്യൻസ് റെക്കോർഡ്സ്. പേഷ്യൻസിന്റെ റെക്കോർഡ്സുകൾ മാനേജ് ചെയ്യുക, അതുപോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് മൂവ് പേഷ്യൻസ് ത്രൂ അപ്പോയിന്റ്മെന്റ്സ് ആസ് ഷെഡ്യൂൾഡ്. ഷെഡ്യൂൾ ചെയ്ത ആ അപ്പോയിന്റ്മെന്റുകൾ നമ്മുടെ ടൈം, ഓരോ പേഷ്യൻസിനും നമ്മൾ ഓരോ ടൈം പറഞ്ഞിട്ടായിരിക്കുമല്ലോ അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ആ ഷെഡ്യൂൾ ചെയ്ത പ്രകാരം തന്നെ അപ്പോയിന്റ്മെന്റിലൂടെ തന്നെ പേഷ്യൻസിനെ മൂവ് ചെയ്യിക്കുക. അപ്പൊ നമുക്ക് അവിടെ ഒത്തിരി ആളുകളുടെ പഴിച്ചിങ് വരില്ല, പഴിച്ചാവാനുള്ള ഇത് അനുവദിക്കൂല. നമ്മൾ ഓരോരുത്തർക്കും ആ ഷെഡ്യൂൾ ചെയ്ത ടൈം പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ സമയത്ത് തന്നെ കറക്റ്റ് ആയിട്ട് ആ പേഷ്യൻസിന്റെ മൂവ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാം. ഓക്കെ, മൂവ് പേഷ്യൻസ്, അതിലൂടെ തന്നെ പേഷ്യൻസിനെ മൂവ് ചെയ്യിക്കുക. അതായത് ഇപ്പൊ നമ്മൾ 10:00 വരാൻ പറഞ്ഞ പേഷ്യൻസ് ആണെങ്കിൽ ആ 10:00 ആകുമ്പോൾ തന്നെ വരിക, 11:00 അതിന്റെ പുറകെ അങ്ങനെ നമ്മൾ ആ ഒരു ടൈം ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ പോവുക. അപ്പൊ പേഷ്യൻസിനെ അതനുസരിച്ച് തന്നെ മൂവ് ചെയ്യിക്കുക. ഇപ്പൊ നമ്മൾ രാവിലെ വന്ന ആൾ ഉച്ചയ്ക്ക് വന്ന ആൾ ആദ്യം കയറാൻ അങ്ങനെ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ അപ്പോയിന്റ്മെന്റിന്റെ അനുസരിച്ച് കേട്ടാ. മൂവ് പേഷ്യന്റ് ത്രൂ അപ്പോയിന്റ്മെന്റ്സ് ആർ ഷെഡ്യൂൾ ചെയ്ത അപ്പോയിന്റ്മെന്റിലൂടെ തന്നെ ആ പേഷ്യൻസിനെ മൂവ് ചെയ്യിക്കുക. നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് ഫെസിലിറ്റേറ്റ് പേഷ്യന്റ് ഫ്ലോ ബൈ നോട്ടിഫൈങ് ദ പ്രൊവൈഡർ ദ പേഷ്യന്റ് അറൈവൽ, ബീയിങ് അവെയർ ഓഫ് ഡിലേ ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് പേഷ്യൻസ് ആൻഡ് ക്ലിനിക്കൽ സ്റ്റാഫ്. ഓക്കെ, പേഷ്യന്റിന്റെ വരവ്, അതായത് ആ ക്ലിനിഷ്യനെ, ഇപ്പൊ പേഷ്യൻസ് ഉണ്ട്, ഇന്ന് അപ്പോയിന്റ്മെന്റ് ഉണ്ട്, ഇത്രയും പേഷ്യൻസ് ഉണ്ട് എന്നുള്ളത് ആ ക്ലിനിക്സിനെ, ആ ഹോസ്പിറ്റലിലെ അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുക. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അവർ ഓൾറെഡി കരുതിയിരിക്കില്ല എത്ര പേഷ്യൻസ് ഇന്നുണ്ട്. അപ്പൊ ഡോക്ടറിനാണെങ്കിലും എളുപ്പമുണ്ട്, എത്ര പേഷ്യൻസ് ഉണ്ട്, അതിനനുസരിച്ച് ഡോക്ടറിന് അവരുടെ കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമുണ്ട്. അപ്പൊ ആ ക്ലിനിക്സിനെ അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിന്റെ പേഷ്യൻസിന്റെ വരവ് അറിയിക്കുക. അതനുസരിച്ച് പേഷ്യന്റിന്റെ ഫ്ലോ അത് ഒന്ന് സ്മൂത്ത് ആക്കി കൊടുക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അധികം ടൈം എടുക്കാതെ തന്നെ ആ ക്ലിനിക്കൽ സ്റ്റാഫും പിന്നെ അതുപോലെ തന്നെ പേഷ്യൻസുമായിട്ടൊരു റിലേഷൻഷിപ്പ്, ഒരു പ്രോപ്പർ be aware of delays, അധികം താമസം കൂടാതെ, ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് പേഷ്യൻസ് ആൻഡ് ക്ലിനിക്കൽ സ്റ്റാഫ്. ആ ക്ലിനിക്കൽ സ്റ്റാഫും പേഷ്യൻസും തമ്മിൽ ആ കമ്മ്യൂണിക്കേഷൻ അധികം താമസം തന്നെ ഇരിക്കുക. അതായത് വരുന്ന പേഷ്യൻസിനെ എന്താ പറയാ ഒരുപാട് ടൈമൊന്നും ഇതാക്കാതെ തന്നെ ആ ക്ലിനിക്സിനെ നമ്മൾ ആ ഡിപ്പാർട്ട്മെന്റിന്റെ പേഷ്യൻസിന്റെ വരവ് അറിയിക്കുക. അതനുസരിച്ച് തന്നെ പേഷ്യൻസിന്റെ ഫ്ലോ അങ്ങോട്ടേക്ക് അവരെ സുഗമമാക്കി തന്നെ കൊണ്ടുപോകുക. ആ പേഷ്യന്റ് ക്ലിനിക്കൽ സ്റ്റാഫ് തമ്മിൽ പെട്ടെന്ന് തന്നെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ആ ഒരു ടൈം ഒക്കെ അവർക്ക് കൊടുക്കുക. അപ്പൊ നമ്മൾ അവിടെ ഒത്തിരി ലാഗ് ഒന്നും വരില്ല, പേഷ്യൻസിനെ ഒന്നും അധികം വെയിറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊന്നും വരില്ല. ഇതാണ് പറഞ്ഞത് കേട്ടോ. ഫെസിലിറ്റേറ്റ് പേഷ്യന്റ് ഫ്ലോ ബൈ നോട്ടിഫൈങ് ദ പ്രൊവൈഡർ ദ പേഷ്യന്റ് അറൈവൽ, ബീയിങ് അവെയർ ഓഫ് ഡിലേസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിത്ത് പേഷ്യൻസ് ആൻഡ് ക്ലിനിക്കൽ സ്റ്റാഫ്. പേഷ്യൻസിന്റെ വരവ് ആ ക്ലിനിക്സിനെ അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുകയും അധികം താമസം കൂടാതെ തന്നെ ആ പേഷ്യന്റും ആ ക്ലിനിക്കൽ സ്റ്റാഫും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് അനുവദിക്കുകയും ചെയ്യുക. നെക്സ്റ്റ് ആണ് ആൻസറിങ് ഇൻകമിംഗ് കോൾസ് ആൻഡ് ഡീൽസ് വിത്ത് എൻക്വയറീസ്. ആൻസർ ദ ഫോൺ while maintaining polite, consistent phone manner using proper telephone etiquette. Etiquette എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മര്യാദ, എറ്റിക്കേറ്റ്, എറ്റിക്കേറ്റ് മര്യാദ. അപ്പൊ അടുത്ത ഇതിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത് നോക്കിയേ, ആൻസറിങ് ഇൻകമിംഗ് കോൾസ് ആൻഡ് ഡീൽ വിത്ത് എൻക്വയറീസ്. നമുക്ക് ഇപ്പൊ ഹോസ്പിറ്റലിലാണ്, റിസപ്ഷനിലൊക്കെ ഒരുപാട് കോളുകൾ വരുന്നുണ്ട് അല്ലെ. പേഷ്യൻസ് പല ഇൻഫർമേഷൻസ് ചോദിച്ച് പിന്നെ അത് അപ്പോയിന്റ്മെന്റിനൊക്കെ ആയിട്ട് ഒരുപാട് ഫോൺ കോൾസ് വരുന്ന സ്ഥലമാണ് ഈ റിസപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള അവരുടെ ആ കോളുകള്, ഇൻകമിംഗ് കോളുകള് ഡീൽ ചെയ്യുക മര്യാദയോട് വിത്ത് എൻക്വയറീസ്. എൻക്വയറി ഒക്കെ ഉള്ളത് ഇൻകമിംഗ് എൻക്വയറി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻകമിംഗ് കോളുകളൊക്കെ ആൻസർ ചെയ്യുക. ഓക്കെ, ആൻസറിങ് ഇൻകമിംഗ് കോൾസ് ആൻഡ് ഡീലിംഗ് വിത്ത് എൻക്വയറീസ്.
ഇൻകമിങ് കോളുകൾക്ക് ആൻസർ ചെയ്യുക. അതുപോലെ തന്നെ എൻക്വയറി, അവിടെ അന്വേഷണങ്ങൾ, എൻക്വയറി എന്ന് വെച്ചാൽ അന്വേഷണങ്ങൾ, എൻക്വയറി ഒക്കെ എന്ത് ചെയ്യുക, അത് കൈകാര്യം ചെയ്യുക. നെക്സ്റ്റ് അതിന്റെ ഒപ്പം തന്നെ പറഞ്ഞേക്കുന്നത് ആൻസർ ദ ഫോൺ വൈൽ മെയിൻറ്റെയിനിങ് പൊളൈറ്റ്. പിന്നെ നമ്മൾ ആ ഫോൺ എടുക്കുമ്പോൾ അതൊക്കെ നമ്മൾ ആ റിസപ്ഷനിസ്റ്റിന്റെ ക്വാളിറ്റിയിലൊക്കെ പറഞ്ഞതാണ്. നമ്മൾ ഫോൺ എടുക്കുമ്പോഴേക്കാ നല്ല പൊളൈറ്റ് ആയിട്ടോടുകൂടി നല്ല രീതിയിൽ അവരോട് സംസാരിക്കുക, കാര്യങ്ങൾ അവർ ചോദിക്കുന്നതിന് കറക്റ്റ് ആയിട്ട് ദേഷ്യപ്പെടാതെ, ഒച്ചയൊന്നും എടുക്കാതെ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ നല്ല സൗഹൃദം, നല്ല ഫ്രണ്ട്ലി മാനറോട് കൂടി അവരോട് നല്ല പൊളൈറ്റ് ആയിട്ട് തന്നെ ആ ഫോൺ കോളുകൾ ആൻസർ ചെയ്യുക. പിന്നെ അത് സാധാരണയായിട്ടുള്ള ഫോൺ മര്യാദകൾ പാലിച്ചുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമ്മൾ ഇന്ന ഹോസ്പിറ്റലാണ് ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ആ ഫോൺ മാനറുകൾ, ഇതാണ് കറക്റ്റ് ഫോൺ മാനർ. ഇപ്പൊ ഞാൻ നിങ്ങൾ ആരെങ്കിലും വിളിക്കുവാണ്, അല്ലെങ്കിൽ ആരും കോൾ വിളിക്കുകയാണെങ്കിൽ എന്റെ പേര് ഞാൻ ആദ്യം തന്നെ പറയണം. എന്നിട്ട് ചോദിക്കണം ഇന്ന ആളല്ലേ എന്ന് ചോദിക്കണം. ഞാൻ അനുഷ്യനെ ഫോൺ വിളിക്കുകയാണെങ്കിൽ ഞാൻ എന്നെയാണ് അനുഷ്യ അല്ലേ, അനുഷ്യാണ് എനിക്കൊരു മറുപടി കിട്ടിയതിന് ശേഷമാണ് എനിക്ക് അനുഷ്യയോട് സംസാരിക്കേണ്ട കാര്യം പറയാൻ പറ്റുള്ളൂ. ഹലോ എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത വഴി ഞാൻ എന്താ പറയാ എല്ലാം സംസാരിക്കാൻ പാടില്ല. ഞാൻ ആരെയാണ് വിളിക്കുന്നത് ഉദ്ദേശിക്കുന്നത്, അയാളാണോ ലൈനിലുള്ളത് എന്നൊക്കെ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഞാൻ വിളിക്കുന്ന ആളും പറയണം, നമ്പർ ആയിരിക്കും സേവ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന ആളാന്ന് പറഞ്ഞാലാണ് അനുഷ്യക്ക് ഞാനാണെന്ന് അറിയാൻ പറ്റുള്ളൂ. അതാണ് ശരിക്കും ഒരു നല്ലൊരു ഫോൺ മാനർ എന്ന് പറയുന്നത്. എല്ലാവരും അങ്ങനെയൊക്കെയാണോ ചെയ്യാറ് ഫോൺ വിളിക്കുമ്പോ? അതെയോ നമ്മള് ഹലോ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഇങ്ങനെ എടുത്ത് സംസാരിച്ചോണ്ടേ ഇരിക്കുവാണോ? ആണോ? നിങ്ങൾ വിളിക്കുമ്പോ പറയാറുണ്ടോ ഞാൻ ഇന്ന ആളെ വിളിക്കുന്നതെന്ന് പറയാറുണ്ടോ? അപ്പൊ ഫ്രണ്ട്സിനോടൊക്കെ ആവുമ്പോ കുഴപ്പമില്ല, നിങ്ങളുടെ പേരൊക്കെ സേവ് ചെയ്തിട്ടുണ്ടാവും അല്ലെ ഫോണിലോ. പറയാറുണ്ടോ? നമുക്ക് ഇങ്ങനെ പരിചയമില്ലാത്തൊരു കോളാ നമ്മൾ വിളിക്കുന്നതെങ്കിൽ നമ്മൾ ഇന്ന ആളാന്ന് പറയാറുണ്ടോ? ഒരു ഫോൺ മാനറൊക്കെ കീപ്പ് ചെയ്യാറുണ്ടോ? അത് നമ്മളിപ്പോ അറിയാതെ ഒരു കോള് വന്നാൽ അവരോട് ദേഷ്യപ്പെടുമെന്ന് ഇല്ല, നമ്മളിപ്പോ ജസ്റ്റ് ചോദിക്കാം. അപ്പൊ നമ്മളാണ് കോൾ വിളിക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് അയ്യോ സോറി കേട്ടോ, ജസ്റ്റ് കോൾ മാറിപ്പോയതാന്ന് പറഞ്ഞ് ജസ്റ്റ് അങ്ങനെ പറയാം. നമ്മളിലേക്ക് മാറി വന്നാലും നമ്മൾ സോറി ഞാൻ എന്റെ ആളല്ല, അത്രയുള്ള കാര്യമുള്ളൂ. പിന്നെ അവരോട് എന്താണ് ഞാൻ എന്റെ ഫോണിലേക്ക് വിളിച്ചത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മളിപ്പോ ഏത് ഇതിനകത്താണെങ്കിലും കറക്റ്റ് ആയിട്ടുള്ള ഫോൺ മാനേഴ്സ് കീപ്പ് ചെയ്യുക, നമ്മുടെ സ്റ്റാൻഡേർഡ് നിലനിർത്തുക. പിന്നെ യൂസിങ് പ്രോപ്പർ ടെലിഫോൺ എറ്റിക്വറ്റ് എന്ന് വെച്ചാൽ ടെലിഫോൺ മര്യാദകൾ പാലിക്കുക. പിന്നെ നെക്സ്റ്റ് പറഞ്ഞിട്ട് ട്രാൻസ്ഫർ കോൾ ആസ് റിക്വയർഡ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വരുന്ന കോളുകൾ ചിലപ്പോൾ വേറെ ഏതെങ്കിലും സെക്ഷനിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരുമായിരിക്കും. അപ്പൊ അതുപോലെ തന്നെ ആവശ്യാനുസരണം നമ്മൾ അത് ട്രാൻസ്ഫർ ചെയ്യുക. ഇപ്പൊ നമ്മളോട് ഹോൾഡ് ചെയ്യണേ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കണക്ട് ചെയ്ത് കൊടുക്കും, അങ്ങനെ അല്ലേ? നമ്മൾ എന്തെങ്കിലും ഒരു എൻക്വയറീസിനാ വിളിക്കുന്നതെങ്കിൽ നമ്മളിപ്പോ റിസപ്ഷനിലേക്കാ വിളിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ വേറെ ഒരു ഇതിലേക്കാ വിളിക്കുന്നതെങ്കിൽ പറയും ജസ്റ്റ് ഒരു മിനിറ്റ് ഞാനിപ്പോ ഒന്ന് ഹോൾഡ് ചെയ്യാം, ഞാനിപ്പോ അങ്ങോട്ട് കണക്ട് ചെയ്യാന്ന് പറഞ്ഞ് ഇപ്പൊ നമുക്ക് ഓഫ്താൽമോളജിയിലേക്ക് ഡോക്ടറെ കാണാനോ അപ്പോയിന്റ്മെന്റിന്റെ കാര്യങ്ങൾ സംസാരിക്കണമെങ്കിൽ വേഗം തന്നെ ഒരു ഓഫ്താൽമോളജിയിലേക്ക് കണക്ട് ചെയ്യും അല്ലെ? അപ്പൊ അങ്ങനെ ആ കോളുകൾ ആവശ്യാനുസരണം തന്നെ എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ആണ് 15 നമ്പർ. ഇതിനകത്ത് ഇട്ടിട്ടില്ല കേട്ടോ, കുറെ പോയിന്റ്സുകളായിട്ട് തന്നെയാണ് കൊടുത്തേക്കുന്നത്. എത്രയാ 24 പോയിന്റ്സ് ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് കളക്ട് കോപ്പീസ് ആൻഡ് പേയ്മെന്റ്സ്. പേയ്മെന്റ്സ് എന്താണെന്ന് അറിയാലോ, ബില്ല്. നമ്മൾ പേയ്മെന്റ്സ് ഒക്കെ കളക്ട് ചെയ്യുക. കോപ്പേ എന്ന് വെച്ചാൽ എന്താ? കോപ്പേസ് കേട്ടിട്ടുണ്ടോ? COPAYS. നമ്മള് ചില ആളുകൾക്കൊക്കെ ഇൻഷുറൻസ് ഒക്കെ ഇട്ടാറില്ലേ, ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ക്ലെയിം ഇതൊക്കെ പോളിസി ഇൻഷുറൻസ് ഒക്കെ. അപ്പൊ എന്ന് വെച്ചാൽ അവർക്ക് ഫുള്ള് ക്യാഷ് അവിടെ അടയ്ക്കേണ്ടി വരില്ലല്ലോ. പോളിസികളൊക്കെ നിങ്ങൾ ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയിട്ട് നിങ്ങൾക്ക് ഇൻഷുറൻസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഫുള്ള് ബില്ല് അവിടെ അടയ്ക്കേണ്ടി വരാറുണ്ടോ? ആ ക്ലെയിമിന്റെ പൈസ കഴിഞ്ഞിട്ട് ചില നിസ്സാര പൈസകൾ എന്തെങ്കിലും അടച്ചാൽ മതിയാവും ബില്ല് അല്ലെ? അപ്പൊ അങ്ങനെ അതാണ് കോപ്പേ എന്ന് പറയുന്നത്. കോപ്പേ എന്ന് പറഞ്ഞാൽ പോളിസി ഹോൾഡർ, അയാൾക്ക് ഒരു ഇതുണ്ടാവും, എമൗണ്ട് ഉണ്ടാവും അവിടെ. അപ്പൊ എന്താ പറയാ, ബാക്കിയുള്ളത് മാത്രം അടച്ചാൽ മതി. ഇൻഷുറൻസ് വിൽ പേ ഫോർ ദ റിമൈനിങ് എമൗണ്ട്. ബാലൻസ് അവിടെ എത്രയുണ്ട്, ആ ക്ലെയിമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബാലൻസ് അവിടെ എത്രയുണ്ട് അതനുസരിച്ചിട്ട് നമ്മൾ ബാലൻസ് ക്യാഷ് അവിടെ കൊടുത്താൽ മതി. അതാണ് അവിടെ പറഞ്ഞേക്കുന്നത് കേട്ടോ. ബില്ലിങ്ങിന് വരുന്ന ഇത് കളക്ട് ചെയ്യുക,
പേയ്മെന്റ്സ് കളക്ട് ചെയ്യുക. അതുകൂടാതെ തന്നെ ഇനി ഒരു ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആ പോളിസി ഹോൾഡറിൽ നിന്ന് ബാലൻസ് ആയിട്ടുള്ള എമൗണ്ട് മാത്രം കളക്ട് ചെയ്താൽ മതിയാവും. അപ്പൊ അങ്ങനെയുള്ളത് ചെയ്യുക, കളക്ട് ചെയ്യുക. കളക്ട് കോപ്പീസ് ആൻഡ് പേയ്മെന്റ്സ്. ഇനി നെക്സ്റ്റ് നോക്കിയേ, റിപ്പോർട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ആർ റിക്വയർഡ്. സ്റ്റാറ്റിസ്റ്റിക്സ് സ്ഥിതിവിവര കണക്കുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുക. ഇനി അവിടെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കണക്കുകളും കാര്യങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് നോക്കിയ ഷെഡ്യൂൾ ഹോസ്പിറ്റൽ അഡ്മിഷൻ, ടെസ്റ്റ്, സ്കാൻ ആൻഡ് ഔട്ട്സൈഡ് അപ്പോയിന്റ്മെന്റ്സ് ഫോർ പേഷ്യന്റ്. ഷെഡ്യൂൾ ഹോസ്പിറ്റൽ അഡ്മിഷൻ അത് ഷെഡ്യൂൾ ചെയ്യുക. പിന്നെ ടെസ്റ്റുകൾ, ഇന്ന ടെസ്റ്റുകൾ ഇന്ന സമയത്ത്, അപ്പൊ അതും ഇതുപോലെ തന്നെ ടെസ്റ്റ് ചെയ്യാനായിട്ട് സ്കാൻ ചെയ്യാനാണെങ്കിൽ ബുക്ക് ചെയ്യും, നമുക്ക് ബുക്ക് ചെയ്യാം അതിലേക്ക് വിളിച്ചിട്ടൊക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്, ടെസ്റ്റുകള്, പിന്നെ സ്കാനുകള്, ബ്ലഡ് ടെസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ടെസ്റ്റുകൾ, എന്തെങ്കിലും യൂറിൻ ടെസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ടെസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്, ഇത് സ്കാൻ ചെയ്യാനുണ്ടെങ്കിൽ സ്കാനിങ്, ഔട്ട്സൈഡ് അപ്പോയിന്റ്മെന്റ് ഫോർ ദ പേഷ്യന്റ്, ഔട്ട്സൈഡ് അപ്പോയിന്റ്മെന്റ്സുകൾ അതൊക്കെ ഷെഡ്യൂൾ ചെയ്യുക. പേഷ്യന്റിനായിട്ട് ഹോസ്പിറ്റൽ അഡ്മിഷൻ, ടെസ്റ്റുകള്, സ്കാനിങ്ങുകള്, ഔട്ട്സൈഡ് അപ്പോയിന്റ്മെന്റ്സ് ഇതൊക്കെ ഷെഡ്യൂൾ ചെയ്യുക. നെക്സ്റ്റ് ആണ് ഒബ്റ്റെയിൻ എക്സ്റ്റേണൽ മെഡിക്കൽ റിപ്പോർട്ട്സ് ആസ് റിക്വയർഡ് ബൈ മെഡിക്കൽ പ്രൊഫഷണൽസ്. മെഡിക്കൽ പ്രൊഫഷണൽസുകൾക്ക് ആവശ്യമായിട്ടുള്ള എക്സ്റ്റേണൽ റിപ്പോർട്ടുകൾ കൊടുക്കുക. പ്രൊഫഷണൽ ഡോക്ടേഴ്സിനൊക്കെ ആണെങ്കിൽ ആവശ്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ, ഇപ്പൊ എന്താ അവരെ സംബന്ധിച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ അതിന് മുന്നുള്ള ചെക്കപ്പോ എന്തെങ്കിലും മുന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളോ എന്തെങ്കിലും ഒക്കെ വേണമെങ്കിൽ അങ്ങനെയുള്ള എക്സ്റ്റേണൽ മെഡിക്കൽ റിപ്പോർട്ടുകളൊക്കെ നേടിക്കൊടുക്കുക. മെഡിക്കൽ പ്രൊഫഷണലുകൾക്ക് ആവശ്യമായിട്ടുള്ള എക്സ്റ്റേണൽ മെഡിക്കൽ റിപ്പോർട്ടുകൾ ഒബ്റ്റെയിൻ ചെയ്യുക, നേടുക. നെക്സ്റ്റ് ആണ് റെസ്പോണ്ട് ആൻഡ് കംപ്ലീറ്റ് ടു റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ. വിവരങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസിനൊക്കെ വേണ്ടിയിട്ടുള്ള അഭ്യർത്ഥനകളോട് പ്രതികരിക്കുകയും അതുപോലെ തന്നെ അത് അനുസരിക്കുകയും ചെയ്യുക, റെസ്പോണ്ട് ചെയ്യുക. കംപ്ലീറ്റ് ടു റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ. ചില നമ്മൾ എന്തെങ്കിലും റിക്വസ്റ്റുകൾ നമുക്ക് അവിടെ പറയാം. അപ്പൊ അങ്ങനെയുള്ള അതിനോട് നമ്മൾ കറക്റ്റ് ആയിട്ട് പ്രതികരിക്കുകയും അതുപോലെ തന്നെ അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് എന്താ പറയാ, അത് ശരിയാക്കുക അല്ലെങ്കിൽ അത് അനുസരിക്കുകയും ചെയ്യുക. നെക്സ്റ്റ് ആണ് ഡീൽ വിത്ത് ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ് പോസ്റ്റ്. ഇൻകമിംഗ് ഔട്ട് ഗോയിങ് പോസ്റ്റുകൾ കൈകാര്യം ചെയ്യുക. കോളുകൾ തന്നെ ഉദ്ദേശിച്ചേക്കുന്നത്, ഇൻകമിംഗ് ഔട്ട്കമിംഗ് കോളുകൾ പോസ്റ്റുകളൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യുക. പിന്നെ അടുത്തത് കംപ്ലീറ്റ് അതർ ക്ലറിക്കൽ ഡ്യൂട്ടീസ് ആർ അസൈൻഡ്. മറ്റുള്ള ക്ലറിക്കൽ ഡ്യൂട്ടീസ് ഒക്കെ കംപ്ലീറ്റ് ആക്കുക. ഹോസ്പിറ്റലിലുള്ള ക്ലറിക്കൽ ഡ്യൂട്ടീസ് ഒക്കെ കംപ്ലീറ്റ് ആക്കുക. അസൈൻ ചെയ്യുക എന്ന് വെച്ചാൽ പരിപാലിക്കുക എന്നുള്ള മീനിങ്. കംപ്ലീറ്റ് ആക്കുക. കംപ്ലീറ്റ് അതർ ക്ലറിക്കൽ ഡ്യൂട്ടീസ് ആർ അസൈൻഡ്. പിന്നെ അടുത്തതാണ് മെയിൻറ്റെയിൻ സ്റ്റോക്ക് ഓഫ് ഫോംസ് ആൻഡ് കീപ് മെഡിക്കൽ ഓഫീസ് സപ്ലൈസ് adequately stocked by expecting inventory needs, placing orders and monitoring office equipment. ഫോമുകൾ സ്റ്റോക്ക് ചെയ്യുക. മെയിൻറ്റെയിൻ സ്റ്റോക്ക് ഓഫ് ഫോംസ്. ഫോമുകൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുക. ഇൻവെന്ററി ആവശ്യങ്ങൾ പ്രതീക്ഷിച്ച് ഓർഡറുകൾ നൽകുക. and keep medical office supplies adequately stocked by expecting inventory needs. Inventory ആവശ്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിട്ട് ഓർഡർ നൽകുക. പിന്നെ അതുപോലെ ഓഫീസ് സപ്ലൈസ്, ഓഫീസ് ഉപകരണങ്ങളൊക്കെ മോണിറ്റർ ചെയ്തുകൊണ്ട് തന്നെ മെഡിക്കൽ ഓഫീസ് സപ്ലൈകൾ വേണ്ടത്ര സ്റ്റോക്ക് ചെയ്യുക. എന്തൊക്കെ സപ്ലൈകൾ കാര്യങ്ങളൊക്കെ ആണ് മെഡിക്കൽ ഓഫീസ് സപ്ലൈകൾ, അതൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, ഈ മെഡിക്കൽ ഓഫീസ് സപ്ലൈസ് എപ്പോഴും അവിടെ ഹോസ്പിറ്റലിലാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അവിടെ സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള സ്റ്റോക്ക് മെഡിക്കൽ ഓഫീസ് സപ്ലൈകൾ വേണ്ടത്ര സ്റ്റോക്ക് ചെയ്ത് വെക്കുക. ഓർഡറുകൾ നൽകുകയും ഓഫീസ് ഉപകരണങ്ങളൊക്കെ നോക്കുക, മോണിറ്റർ ചെയ്തുകൊണ്ട് ഇനിയിപ്പോ ഏതൊക്കെ എന്തെങ്കിലും എക്സ്ട്രാ വേണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതനുസരിച്ച് അതൊക്കെ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യുക, സ്റ്റോക്ക് ചെയ്യുകയും ചെയ്യുക. പിന്നെ അടുത്ത നെക്സ്റ്റ് പോയിന്റ് ആണ്, സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ് ആണ്, എൻഷുർ ദാറ്റ് റിസപ്ഷൻ ഏരിയ ഇസ് വെൽ മെയിൻറ്റെയിൻഡ്, നീറ്റ് ആൻഡ് ക്ലീൻ. ഇത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. റിസപ്ഷൻ ഏരിയ എങ്ങനെയാണ് നമ്മൾ ക്ലീൻ ആക്കുക? വെൽ മെയിൻറ്റെയിൻ, നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. നീറ്റ് ആൻഡ് ക്ലീൻ, നീറ്റ് ആയിട്ടും ക്ലീൻ ആയിട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുക. എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആക്കി ഓർഡർ ആക്കി വെക്കുക. എല്ലാം നല്ല നീറ്റ് ആക്കി തന്നെ ഇടുക.
ഹോസ്പിറ്റലിലാണ് നമ്മൾ പറഞ്ഞല്ലോ, ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം കോൺടാക്ട് ചെയ്യുന്ന പ്ലേസ് ആണ്. അവിടെയൊക്കെ വലിച്ചു വാരിയിട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഹോസ്പിറ്റലിനെ കുറിച്ച് അല്ലെങ്കിൽ നമുക്കൊരു ഇത് ഉണ്ടാവില്ല, ഒരു പോസിറ്റീവായിട്ട് ഇത് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവര് എന്ത് ചെയ്യണം, റിസപ്ഷൻ ഏരിയ നല്ല നീറ്റ് ആയിട്ടും ക്ലീൻ ആയിട്ടും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, അത് ഉറപ്പാക്കണം. പിന്നെ സേഫ് ഗാർഡ് പേഷ്യന്റ് പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഈ പേഷ്യന്റിന്റെ പ്രൈവസി കീപ്പ് ചെയ്യുക, സംരക്ഷിക്കുക. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ രഹസ്യ സ്വഭാവം മലയാളം, കോൺഫിഡൻഷ്യാലിറ്റി രഹസ്യ സ്വഭാവം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് പേഷ്യൻസിന്റെ കാര്യങ്ങള് അവരുടെ പല നമ്മൾ പറഞ്ഞത് നെയിമുണ്ട്, അഡ്രസ് ഉണ്ട്, ഫോൺ നമ്പർ ഉണ്ട്, ആധാർ നമ്പർ ഉണ്ട്, അങ്ങനെയുള്ള ആ കാര്യങ്ങളൊക്കെ അതിനൊരു സംരക്ഷണം കൊടുക്കണം. അത് എന്താണ് പേഷ്യന്റിന്റെ പ്രൈവസി ആയിട്ടുള്ള കാര്യങ്ങള് അതൊക്കെ രഹസ്യ സ്വഭാവം ഉള്ളതായിരിക്കണം, അതൊക്കെ കീപ്പ് ചെയ്യുക. പ്രൊട്ടക്ട് പേഷ്യന്റ് കോൺഫിഡൻഷ്യാലിറ്റി, രഹസ്യ സ്വഭാവം പേഷ്യന്റിന്റെ ഇങ്ങനെയുള്ള കാര്യം പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുക. മേക്ക് ഇറ്റ് ഷുവർ ദാറ്റ് പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ ഈസ് സെക്യൂർഡ് ബൈ നോട്ട് ലീവിംഗ് PHI. ഇവിടെ നോക്കിയാൽ PHI, പ്രൊട്ടക്ട് ഹെൽത്ത് ഇൻഫർമേഷൻ, എക്സ്പാൻഡഡ് ഫോം ആട്ടോ PHIയുടെ പ്രൊട്ടക്ട് ഹെൽത്ത് ഇൻഫർമേഷൻ. അതിന്റെ മുകളിൽ പറയുന്നുണ്ട് മേക്കിംഗ് ഷുവർ ദാറ്റ് പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ ഈസ് സെക്യൂർഡ് ബൈ നോട്ട് ലീവിംഗ്. നോക്കിയേ, പ്രൊട്ടക്ട് ഹെൽത്ത് ഇൻഫർമേഷൻ ഒക്കെ നമ്മുടെ ആ ഒരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയാ, ഹെൽത്ത് ഇൻഫർമേഷൻ ആയിട്ട് രോഗപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ ഓപ്പൺ ആക്കി ഇടാതെ അത് എന്താ പ്രോപ്പർ ആയിട്ട് സെക്യൂർഡ് ആയിട്ട് തന്നെ വെക്കുക. പിന്നെ അതിനകത്ത് ഒരു കാര്യങ്ങൾ പറഞ്ഞല്ലോ, ബൈ നോട്ട് ലീവിംഗ് PHI in plain sight and logging of the computer before leaving it unattended. ഓപ്പൺ ആക്കി കമ്പ്യൂട്ടറിലാണെങ്കിലും അത് വെറുതെ ഓപ്പൺ ആക്കിയിട്ടോട് പോവാതെ ആ കാര്യങ്ങളൊക്കെ ലീവ് ചെയ്യുന്നതിന് മുന്നേ കമ്പ്യൂട്ടറിൽ അത് ഇതാക്കി വെക്കുക. ലോഗ് ഓഫ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് മാറുക. തുറന്നിട്ട് കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും വന്ന് അവർക്ക് ആ ഡീറ്റെയിൽസും കാര്യങ്ങളും പേഷ്യന്റിനെ കുറിച്ചുള്ള എല്ലാവരും കിട്ടുമല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ലീവ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അതെല്ലാം ലോഗ് ഓഫ് ആക്കി ആ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസുകളും അതിന്റെ ഒപ്പം തന്നെ ഹെൽത്ത് ഇൻഫർമേഷൻ ഒക്കെ ആണെങ്കിലും സെക്യൂർഡ് ആക്കി വെക്കുക. PHI എന്നുള്ളത് നോക്കാം കേട്ടോ. പ്രൊട്ടക്ട് ഹെൽത്ത് ഇൻഫർമേഷൻ ആണ് PHI എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും 24 പോയിന്റ്സ് ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. നെക്സ്റ്റ് സ്കില്ലുകളാ പറയുന്നത്, സ്കിൽസ്. ഇനി എന്തൊക്കെ സ്കില്ലാണ് അവർക്ക് വേണ്ടത്, റിസപ്ഷനിസ്റ്റിന് എന്തൊക്കെ സ്കില്ലുകൾ വേണം എന്നുള്ളതാ പറയുന്നത് കേട്ടോ. ടെലിഫോൺ എറ്റിക്കേറ്റ്, എറ്റിക്കേറ്റ് എന്ന് പറഞ്ഞാൽ മര്യാദകൾ, അതാണ് ഒന്നാമത്തെ. ഫസ്റ്റ് എന്താ പറയാ, ടെലിഫോൺ മര്യാദകൾ പാലിക്കണം. ഓക്കെ, അതൊരു സ്കില്ല് തന്നെയാണ്. നല്ല രീതിയിൽ നമ്മൾ സംസാരിച്ച് കസ്റ്റമേഴ്സ് പറഞ്ഞ പേഷ്യൻസിനൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ ഡീൽ ചെയ്യുക എന്നുള്ളത് ഒരു കഴിവ് തന്നെയാണ്. നമുക്ക് നല്ല അതിനനുസരിച്ചാണ് പേഷ്യൻസ് നമുക്ക് അവിടെ അപ്പോയിന്റ്മെന്റ് എടുക്കണമെങ്കിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആക്കി മനസ്സിലാക്കുക. പേഷ്യന്റിന് നമ്മളൊരു നല്ലൊരു ഇത് കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ, അവരെ ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടും ചോദിച്ച് മനസ്സിലാക്കുക. അവരുടെ കാര്യങ്ങൾ അറിയാനുള്ള ടൈം നമ്മൾ അവർക്ക് എന്താ പറയാ അവർക്ക് കൊടുക്കണം. അപ്പൊ അങ്ങനെ ടെലിഫോൺ മര്യാദകൾ പാലിക്കുക. നമ്മൾ പറഞ്ഞില്ല ഫോൺ വിളിക്കുമ്പോഴേക്കും എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ, അതൊക്കെ അതിനൊരു കഴിവ് വേണം. പിന്നെ കസ്റ്റമർ സർവീസ്. പിന്നെ നെക്സ്റ്റ് ആണ് ബേസിക് വേർഡ് ആൻഡ് എക്സൽ പ്രോഗ്രാംസ്. ബേസിക് വേർഡ്, എക്സൽ. കമ്പ്യൂട്ടറിന് അത്യാവശ്യം വേർഡും എക്സലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. കമ്പ്യൂട്ടർ ജസ്റ്റ് ബേസിക് പഠിച്ചിട്ടില്ലേ, മൈക്രോസോഫ്റ്റ് വേർഡും എക്സലൊക്കെ, പവർ പോയിന്റ്, ജസ്റ്റ് കമ്പ്യൂട്ടർ നിങ്ങൾ പഠിച്ചത് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ. അപ്പൊ അങ്ങനെയുള്ള ബേസിക് വേർഡ് ആൻഡ് എക്സൽ പ്രോഗ്രാംസിനെ കുറിച്ചൊരു സ്കില്ല്, അതൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള സ്കില്ല് വേണം. ഇത് മാനേജ്മെന്റ്, ഇതിനകത്ത് എല്ലാ കാര്യം മാനേജ് ചെയ്യാനുള്ളത്, മൾട്ടി ടാസ്കിങ്, പിന്നെ അതുപോലെ തന്നെ ഓർഗനൈസേഷൻ, ഷെഡ്യൂളിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്കില്ലുകളൊക്കെ വേണം. ഒരു റിസപ്ഷനിൽ ഉണ്ടായിരിക്കേണ്ട സ്കിൽസ് ആണ് വരുന്നത് കേട്ടോ. ടെലിഫോൺ എറ്റിക്കേറ്റ്, കസ്റ്റമർ സർവീസ്, ബേസിക് വേർഡ് ആൻഡ് എക്സൽ പ്രോഗ്രാംസ്, ദ മാനേജ്മെന്റ്, മൾട്ടി ടാസ്കിങ്, ഓർഗനൈസേഷൻ ആൻഡ് ഷെഡ്യൂളിംഗ്. ഇനി അതിനകത്ത് കുറച്ച് സ്കില്ലുകൾ വേറെ ഇവിടെ തന്നിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. എന്തൊക്കെയാ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വേണ്ടേ? ഏബിൾ ടു ലിസൺ എഫക്റ്റീവ്ലി ആൻഡ് എക്സ്പ്രസ് വൺസെൽഫ് ഇൻ എ ക്ലിയർ
ആർട്ടിക്കുലേറ്റ് മാനർ. നമ്മളെങ്ങനെ നോക്കിയ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. അപ്പൊ നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആവണം അല്ലെ? അപ്പൊ നമ്മൾ അതുപോലെ തന്നെ നിങ്ങളെയും ഞാൻ കേൾക്കാന്, നിങ്ങൾ പറയുന്ന കാര്യങ്ങളും കൂടി ഞാൻ കേൾക്കാനൊരു ടൈം അവിടെ കൊടുക്കണം. അപ്പൊ ഫലപ്രദമായിട്ട് കേൾക്കാനും വ്യക്തമായ രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനും ഉള്ളൊരു കഴിവ് വേണം. കമ്മ്യൂണിക്കേഷൻ സ്കിൽ. നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ? ചിലര് പറയുമ്പോൾ കുറച്ച് സ്പീഡാണെങ്കിൽ നിങ്ങൾക്ക് അത്ര ക്ലിയർ ആവില്ല. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഐഡിയാസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും കൂടി അത് ക്യാച്ച് ചെയ്യാൻ പറ്റണം, നിങ്ങൾക്കും കൂടി അത് മനസ്സിലാവാൻ പറ്റണം. ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ലാതെ ഒറ്റയടിക്ക് അങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന അറിയില്ല. അതുപോലെ നമ്മൾ രണ്ടുപേരുകൾ സംസാരിക്കുമ്പോഴാണെങ്കിലും ശരി, എന്താ നമ്മളത് ലിസൺ, നമ്മളത് ഫലപ്രദമായി അവർ പറയുന്നത് വളരെ വ്യക്തമായിട്ട് കേൾക്കാനും നമ്മുടെ ഐഡിയ ഒക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങൾ അവർക്കും കൂടി ക്ലിയർ ആവണം. ഓക്കെ, അതാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വരുന്നത്. ഫലപ്രദമായിട്ട് കേൾക്കാനും വ്യക്തമായ രീതിയിൽ സ്വയം പ്രകടിപ്പിക്കാനും കഴിയണം. നെക്സ്റ്റ്, ഇൻഫർമേഷൻ കളക്ഷൻ ആൻഡ് മാനേജ്മെന്റ്. ഓക്കെ, രണ്ടാമത്തേലും ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യുമ്പോഴും അതിനെ മാനേജ് ചെയ്യുമ്പോഴൊക്കെ അങ്ങനെയുള്ളൊരു സ്കില്ല് വേണം. ഏബിൾ ടു കളക്ട്, ഓർഗനൈസ് ആൻഡ് മോണിറ്റർ ഡേറ്റ ഇഫക്റ്റീവ്ലി. ഫലപ്രദമായിട്ടുള്ള രീതികൾ അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയ ഡേറ്റാസ് കളക്ട് ചെയ്യാനും അതുപോലെ അതിനെ ഓർഗനൈസ് ചെയ്യാനും അതിനെ നിരീക്ഷിക്കുക, മോണിറ്റർ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു കഴിവ് വേണം, സ്കില്ല് വേണം. പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ്. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞ ഒത്തിരി മൾട്ടി ടാസ്കിങ് ടാസ്കുകളാണ് അവിടെ റിസപ്ഷനിസ്റ്റ് മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്യാനും അത് കറക്റ്റ് ആയിട്ട് ആർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ അത് ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു കഴിവും വേണം. പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ്. ഏബിൾ ടു മൾട്ടി ടാസ്ക് priorities and schedule tasks and activities. മൾട്ടി ടാസ്കുകളിലും പ്രവർത്തനങ്ങളിലും മുൻഗണന നൽകാനും അത് ഷെഡ്യൂൾ ചെയ്യാനും കഴിയണം. അറ്റൻഷൻ ടു ഡീറ്റെയിൽ. നെക്സ്റ്റ്, ഡീറ്റെയിൽസ്. അവർ പറയുന്ന ഡീറ്റെയിൽസിന് ഒരു ശ്രദ്ധ കൊടുക്കണം, അറ്റൻഷൻ കൊടുക്കണം. അറ്റൻഷൻ ടു ഡീറ്റെയിൽ. Able to produce accurate and high quality work through concern for all areas involved. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മൾ അവിടെ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ മേഖലകളിലും ശ്രദ്ധ ചെലുത്തുന്നതിലൂടെ കൃത്യമായിട്ടുള്ളതും ഒരു ഉയർന്ന നിലവാരമുള്ളതുമായിട്ടുള്ള ജോലികൾ നിർമ്മിക്കാൻ കഴിയണം. ഇതിനകത്ത് able to produce a accurate and high quality work through concern for all areas involved. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സുകൾ തന്നെയുണ്ട്. അപ്പൊ അങ്ങനെ കൺസേൺ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ ഏരിയയിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കണം. അതിന്റെ ഡീറ്റെയിലുകൾ മനസ്സിലാക്കിയിട്ട് ആ ഡീറ്റെയിലേക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടും ഉയർന്ന നിലവാരമുള്ള ജോലികളും ചെയ്യാനായിട്ട് കഴിയണം. നമ്മളെല്ലാം ഇതിനെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. അപ്പൊ ഡീറ്റെയിൽസ് നോക്കണം എന്നാ പറയുന്നത്. ഓരോ ഡിപ്പാർട്ട്മെന്റിലായിട്ടാണെങ്കിൽ ഇപ്പൊ ആ ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അവിടെ എന്തൊക്കെയാണ് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ക്വാളിറ്റി വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഹൈ ക്വാളിറ്റി വർക്ക് അപ്പൊ കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെ ആ ഡീറ്റെയിൽസ് ഉള്ളിലേക്ക് ഈ ഡീറ്റെയിൽസ് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, വർക്കും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ കൃത്യമായിട്ടും നല്ല ക്വാളിറ്റിയിലും ഒക്കെ വർക്ക് ചെയ്യണം. നെക്സ്റ്റ്, കസ്റ്റമർ സർവീസ് സ്കിൽസ്. ഏതൊക്കെയാ പറഞ്ഞത്? കസ്റ്റമർ സർവീസ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ ഏബിൾ ടു ഡെവലപ്പ് ഗുഡ് കസ്റ്റമർ റിലേഷൻഷിപ്പ് ഫോക്കസിങ് ഓൺ അച്ചീവിങ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ പറഞ്ഞതാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമറിനെ സാറ്റിസ്ഫൈഡ് ആക്കുക, അല്ലെങ്കിൽ നല്ലൊരു സ്മൈൽ മുഖത്തോടു കൂടി അവരെ പറഞ്ഞു വിടുക ഹോസ്പിറ്റലിൽ പോകുമ്പോൾ. അപ്പൊ അത് എന്താ റിസപ്ഷനിസ്റ്റിന്റെ ഒരു ഡ്യൂട്ടീസിൽ നമ്മൾ ഫംഗ്ഷൻസിൽ അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടീസിൽ നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ ഇതിന് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അച്ചീവ് ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് തന്നെ നല്ലൊരു കസ്റ്റമർ റിലേഷൻഷിപ്പ് അച്ചീവ് ചെയ്യുക. ഓക്കെ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അത് അച്ചീവ് ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ നല്ലൊരു കസ്റ്റമർ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുക. നമ്മൾ പറഞ്ഞല്ലോ നല്ല ഫ്രണ്ട്ലി മാനറോട് കൂടി തന്നെ അവരോട് വരുന്ന പേഷ്യൻസിനോട് സംസാരിക്കണം. അവരുടെ കസ്റ്റമർ അതായത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ അതേ രീതിയിൽ തന്നെ അതിന് ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു റിലേഷൻഷിപ്പ് പേഷ്യന്റുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം.
നെക്സ്റ്റ് 6th നോക്കിയേ, adaptability. Adaptability, able to adjust approach to meet changing demands and the situation that includes in dealing with the diverse people. Diverse people എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ആളുകൾ ഉണ്ടായിരിക്കും, ഇപ്പൊ പല സ്വഭാവക്കാരുണ്ടായിരിക്കും. പേഷ്യൻസ് ഒരാൾക്കുടെ സ്വഭാവമായിരിക്കില്ല വേറെ ആൾക്കുടെ. അപ്പൊ ഡൈവേഴ്സ് പീപ്പിൾ, പല വൈവിധ്യമാർന്ന ആളുകളുമായിട്ട് ഇടപെട്ട് അവരുടെ മാറിക്കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങളും സാഹചര്യങ്ങളും അനുസരിച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു അപ്രോച്ച് അവർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഒരാളോട് നമ്മൾ പറയില്ല നമ്മുടെ രീതിക്ക്, ഇപ്പൊ ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോ ആ ഒരാളുടെ ഒരു ഇതായിരിക്കില്ല വേറെ ആളുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ. അപ്പൊ ആ പേഷ്യന്റിന്റെ ഇതനുസരിച്ച് തന്നെ അവരുടെ ഡിമാൻഡുകൾ മാറിക്കൊണ്ടിരിക്കുന്ന ഡിമാൻഡും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ അതനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇത് ഉണ്ടായിരിക്കണം. ഇതാണ് അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. ഏബിൾ ടു അഡ്ജസ്റ്റ്, നമ്മൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അവരോട് നല്ല രീതിയിൽ സംസാരിച്ച് നല്ല ഒരു സാറ്റിസ്ഫാക്ഷനോടുകൂടി അവരുടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പറഞ്ഞയക്കാം. ഓക്കെ, അപ്പൊ പല ഇതിനകത്തുള്ള ആളുകൾ ഉണ്ടായിരിക്കുമല്ലോ, പല സ്വഭാവത്തിലുള്ള ആളുകളായിട്ട് ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാവരോടും എന്താ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു അപ്രോച്ച്, ആ ഒരു കഴിവ് വേണം. ചിലർക്ക് പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുന്ന ആളുകളായിരിക്കും. അപ്പൊ നമ്മൾ അവര് ചിലപ്പോ ചാടിക്കേറി സംസാരിക്കുന്നവരുണ്ടായിരിക്കും. അപ്പൊ എന്ത് തരത്തിലുള്ള ആളുകളായാലും അവര് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കഴിവ് വേണം, അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് വേണം. നെക്സ്റ്റ് ആണ് കോൺഫിഡന്റാലിറ്റി എന്ന് പറയുന്നത്. ഏബിൾ ടു മെയിൻറ്റെയിൻ കോൺഫിഡന്റാലിറ്റി ആൻഡ് അഡ്ഹിയർ ടു എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്. രഹസ്യാത്മക സ്വഭാവം നിലനിർത്താനും അതുപോലെ നല്ലൊരു എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്, ധാർമ്മിക മാനദണ്ഡങ്ങൾ പാലിക്കാനും കഴിയണം. ഇപ്പൊ നമ്മുടെ പേഷ്യന്റ്, ഇപ്പൊ നമ്മൾ ഇതിനകത്ത് രജിസ്റ്ററിൽ നമുക്ക് എല്ലാം അറിയാൻ പറ്റും പേഷ്യന്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അവര് നമ്മള് ഇപ്പൊ ഫസ്റ്റ് വരുമ്പോഴാണെങ്കിലും എല്ലാ പേഴ്സണൽ ഡീറ്റെയിൽസും മറ്റുള്ള കാര്യങ്ങളും ചികിത്സ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്യും. അപ്പൊ നമ്മൾ അതിപ്പോ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആളുകളോടോ അല്ലെങ്കിൽ അവിടെ ആരോടും പറയാനൊന്നും പാടില്ല. നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മളത് സെക്യൂർ ആയിട്ട് തന്നെ വെക്കണം. അതാണ് കോൺഫിഡന്റാലിറ്റി. രഹസ്യ സ്വഭാവം വേണം. നമ്മളിവിടെ പറഞ്ഞത് അവിടെ പറയുന്നത് അങ്ങനെയുള്ളതൊന്നും പാടില്ല. നമ്മളുടെ അടുത്താണ് അവർ ഇൻഫർമേഷൻ കാര്യങ്ങൾ തന്നെ പേഴ്സണലായിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ അത് പ്രൊട്ടക്ട് ചെയ്ത് സെക്യൂർ ആയിട്ട് തന്നെ വെക്കണം. രഹസ്യാത്മക സ്വഭാവം വേണം, അത് നിലനിർത്താൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം. ഇനി അടുത്തത് വരുന്നത് മോസ്റ്റ് ക്രിട്ടിക്കൽ സ്കിൽസ് ഇൻക്ലൂഡ്സ്. ക്രിട്ടിക്കൽ സ്കിൽസ് പറഞ്ഞതൊക്കെ തന്നെയാണ്. ടെലിഫോൺ എറ്റിക്കേറ്റ്, ടെലിഫോൺ മര്യാദകള്. ഓക്കെ, when a patient call in the way in which the front desk person and the telephone call determines how the facility is perceived എന്ന് വെച്ചാൽ മനസ്സിലാക്കുക എന്നുള്ള മീനിങ്. അപ്പൊ നമ്മളിപ്പോ ഒരു ആളെ കോൾ ചെയ്യുമ്പോൾ when a patient call in the way in which the front desk person ഹാൻഡിൽ. ഇപ്പൊ ഞാനിപ്പോ എനിക്കൊരു അപ്പോയിന്റ്മെന്റ് എടുക്കാൻ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഞാൻ വിളിക്കുമ്പോൾ അവിടെ റിസപ്ഷനിൽ ഇരിക്കുന്ന ആള് എന്നോട് എങ്ങനെയാണോ പെരുമാറുന്നത്, അല്ലെ, എന്നെ എങ്ങനെയാണോ ഹാൻഡിൽ ചെയ്യുന്നത് അതനുസരിച്ചാണ് ഞാൻ ആ ഹോസ്പിറ്റലിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്, അല്ലെ. നമ്മളോട് എങ്ങനെയാണോ ഹാൻഡിൽ ചെയ്യുന്നത്, ആ ടെലിഫോണിൽ അവിടെ ഇരിക്കുന്ന ഫ്രണ്ട് ഡെസ്കിൽ ഇരിക്കുന്ന പേഴ്സൺ എങ്ങനെയാണോ ഹാൻഡിൽ ചെയ്യുന്നത്, ആ ടെലിഫോൺ കോള് എങ്ങനെയാണോ ഹാൻഡിൽ ചെയ്യുന്നത് അതനുസരിച്ചാണ് ഞാൻ അവിടുത്തെ സൗകര്യങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കുക. ഹൗ ദ ഫെസിലിറ്റീസ് പെർസീവ്ഡ്, അവിടുത്തെ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് എന്നുള്ള കാര്യമൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അതിനെ ഡിറ്റർമിൻ ചെയ്തിരിക്കും, അതിനെ ആശ്രയിച്ചിട്ടിരിക്കും. അവിടെ നിന്ന് റിസപ്ഷനിൽ നിന്ന് ഫ്രണ്ട് ഡെസ്ക് പേഴ്സൺ ആ ടെലിഫോൺ കോള് ഹാൻഡിൽ ചെയ്തതിനെ അനുസരിച്ചിരിക്കും അവിടുത്തെ ഫെസിലിറ്റി, ആ ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റി കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കുന്നത്. The medical office receptionist must be a good listener. ഉണ്ടാവും. അടുത്ത് നോക്കിയേ, റിസപ്ഷനിസ്റ്റ് എങ്ങനെയായിരിക്കണം? മസ്റ്റ് ബി എ ഗുഡ് ലിസണർ, നല്ലൊരു ലിസണർ ആയിരിക്കണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം, ലിസണർ ആയിരിക്കണം. ആൻഡ് മെയിൻറ്റെയിൻ കോൺഫിഡന്റാലിറ്റി ബിസൈഡ് ഹാവിങ് എ ഗുഡ് ഫോൺ മാനേഴ്സ്. ഗുഡ് ഫോൺ മാനർ, നല്ല ഫോൺ മാനേഴ്സ് ഉൾപ്പെടെയുള്ള രഹസ്യാത്മക സ്വഭാവം, കോൺഫിഡൻഷ്യാലിറ്റി, രഹസ്യാത്മക സ്വഭാവം മെയിൻറ്റെയിൻ ചെയ്യാനും കഴിവുള്ള ആളായിരിക്കണം. ഗുഡ് ലിസണർ ആയിരിക്കണം, നല്ല ലിസണർ ആയിരിക്കണം. ഓക്കെ, എല്ലാവരും ഇപ്പൊ ഇത് നമ്മൾക്ക് അവർക്ക് വേണ്ടാത്ത ഡീറ്റെയിൽസും ചിലപ്പോൾ ആളുകൾ വിളിക്കുമ്പോൾ പറയും,
അത് ഇങ്ങനെയായിരുന്നു, ഇന്ന സ്ഥലത്ത് മരുന്ന് കഴിക്കായിരുന്നു, അത് ഇന്ന അസുഖമാണ്, അങ്ങനെ ഇങ്ങനെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ അങ്ങനെയുള്ളത് അത് പറയുമ്പോൾ നമ്മൾ ദേഷ്യപ്പെട്ട് വേഗം ഫോൺ വെക്കാതെ നമ്മൾ അവര് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കേൾക്കുക. അതുപോലെ തന്നെ അവര് നല്ലൊരു ഫോൺ മാനേഴ്സ് ഉൾപ്പെടെ അതും കൂടി നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നല്ലൊരു എന്താ പറയാ രഹസ്യ സ്വഭാവം കീപ്പ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അത്രയാണ്. പിന്നെ നെക്സ്റ്റ് 2 കോളത്തിൽ ഇവിടെ തന്നേക്കുന്നത് ഡു ഡോണ്ട്. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള്, ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഡു ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, റിസപ്ഷനിസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നത്. ഓക്കെ, സ്മൈൽ ആൻഡ് പ്ലസന്റ് ടോക്ക്. എങ്ങനെയായിരിക്കണം, എന്ത് ചെയ്യണം, നല്ല സ്മൈൽ, നല്ല ചിരിച്ച്, നല്ല പ്ലസന്റ് ആയിട്ട്, നല്ല സന്തോഷത്തോടു കൂടി സംസാരിക്കണം. ഓക്കെ, സെക്കൻഡ് നോക്കിയേ, സ്പീക്ക് ക്ലിയർലി. നല്ല ക്ലിയർ ആയിട്ട് സംസാരിക്കണം. നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു വ്യക്തത വേണം. നന്നായിട്ട് ക്ലിയർ ആയിട്ട് സംസാരിക്കണം. മേക്ക് ദം വെൽക്കം. എല്ലാവരെയും അവരെ വെൽക്കം ചെയ്യണം. ഓക്കെ, അവരെ വെൽക്കം ചെയ്യാനുള്ള ഒരിത് വെൽക്കം ചെയ്യണം. അത് ചെയ്യേണ്ട കാര്യമായിട്ട് പറയുന്നത്. മേക്ക് ദം വെൽക്കം, അവരെ വെൽക്കം ചെയ്യണം. പിന്നെ ഇനി അവർ ചെയ്യാൻ പറ്റാത്ത ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തൊക്കെയാ, ഡിസ്ട്രാക്ട്, അവരുടെ ശ്രദ്ധ മാറ്റരുത്. പക്ഷെ നമ്മൾ വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് പറയുന്നത് വളരെ ക്ലിയർ ഫോർവേഡ് ആയിരിക്കണം, ഡിസ്ട്രാക്ട് ആവരുത്. പിന്നെ ഷൗട്ട് ഓർ വിസ്പർ. ഷൗട്ട്, ഒച്ച വെക്കരുത്, അവരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കരുത്. ഓർ വിസ്പർ, മുറുമുറുക്കരുത്. ചിലരിങ്ങനെ പറയുമ്പോൾ ഇഷ്ടമല്ലെങ്കിൽ തന്നെ പുറവെക്കും. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഷൗട്ട് ഓർ വിസ്പർ, ഒച്ച വെക്കാനോ മുറുമുറുക്കാനോ പാടില്ല. ഹോൾഡ് ഫോർ ടു ലോങ്, കുറെ നേരം ഹോൾഡ് ചെയ്യാൻ പാടില്ല. ഒരുപാട് നേരം ഹോൾഡ് ചെയ്യാൻ പാടില്ല. ഫോണിലായാലും ശരി, പിന്നെ അല്ലെങ്കിൽ അവിടെയാണ് വെയിറ്റിങ്ങിലൊക്കെ ആണെങ്കിൽ ഒരുപാട് നേരം അവരെ പിടിച്ചു നിർത്താൻ പാടില്ല. ഓക്കെ, അത്രയും ഇതാണ് വരുന്നത്. ജസ്റ്റ് നമ്മുടെ എന്താ പറയാ, വായിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് മനഃപൂർവ്വം വായിപ്പിക്കാതെ ആണ് ടെൻഷൻ. വേറെ ഒന്നുമല്ല, നമുക്കിപ്പോ 1 മണിക്കൂറാണ് എന്റെ ക്ലാസ് പറഞ്ഞത്. ജസ്റ്റ് അടുത്ത മിസ് ക്ലാസ് എടുക്കാറുണ്ട്. നിങ്ങൾക്ക് ഒരുവിധം അറിയാവുന്ന കാര്യങ്ങളെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി തരാനോ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളെ കൊണ്ട് വായിപ്പിക്കാത്തതോ. നമുക്ക് അതിന് വായിച്ച സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ 10 മിനിറ്റ് കൂടി ഉണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി എഴുതാം. ഓക്കെ, ഇനിയിപ്പോ ക്വസ്റ്റ്യൻസ് എഴുതിയാലോ? നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? കുഴപ്പമില്ലല്ലോ. ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. നിങ്ങൾക്ക് നോട്ടാണെങ്കിലും വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നുള്ളൂ. പെട്ടെന്ന് നോട്ട്ബുക്ക് എടുത്തോ കേട്ടോ. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്നും എഴുതാം. മിസ്, അടുത്തത് ആരുടെ ക്ലാസ്സാ? ഇനി ഇംഗ്ലീഷ് ആണ് കേട്ടോ. നിങ്ങൾക്ക് എന്തോ പകുതി ഏറ്റവും മിസ് പറഞ്ഞ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നില്ലേ ടീച്ചർ? പുതിയ ടീച്ചർ അതിന്റെ ഉണ്ട്. അപ്പൊ ടീച്ചർ ഇവിടെ വെയിറ്റിംഗിലാണ്. ഇത് ശരിക്കും ഞങ്ങൾക്ക് വർക്കിംഗ് ഡേ അല്ല, സാറ്റർഡേ നമുക്ക് ക്ലാസ് ഇല്ലാത്തതാണല്ലോ. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വന്നതാണ്. ഞങ്ങൾ 2 ടീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ആക്കാനുള്ളത് കൊണ്ടാണ്. പിന്നെ നെക്സ്റ്റ് ഇതുകൊണ്ട് കംപ്ലീറ്റ് ആക്കാനും വിചാരിച്ചതാണ്. പക്ഷെ എന്തോ ടെക്നിക്കൽ എന്തോ പ്രശ്നമൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് ക്ലാസ് തരാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, ആ ബുക്ക് വേഗം കൊടുത്തേ. കുറച്ച് ക്വസ്റ്റ്യൻ എഴുതാം. എന്നാലും ഒത്തിരി പേരുകൾ കയറിയിട്ടുണ്ടല്ലോ. സാധാരണക്കായും കൂടുതൽ എത്ര 12, 11 പേര്, 10 പേരോളം കയറിയിട്ടുണ്ട് അല്ലെ? വെരി ഗുഡ്, നല്ല കാര്യം. ഇനി ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് എക്സാം ഒക്കെ നിങ്ങൾ അറിയിക്കും കേട്ടോ. എന്നാ എക്സാം കാര്യങ്ങളൊക്കെ. അതുവരേക്ക് നിങ്ങൾ ഇരുന്ന് പഠിക്കാം. കിട്ടുന്ന സമയം മാക്സിമം ഇരുന്ന് പഠിക്കാൻ നോക്കാം. എന്തായാലും ഇനിയിപ്പോ ആ എക്സാം കൂടിയല്ലേ ഉള്ളൂ നമുക്ക്. അതുവരേക്ക് എല്ലാവരും ഇരുന്ന് പഠിക്കാം, വായിച്ചു നോക്കുക. പിന്നെ നമ്മൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് തന്നതും പിന്നെ പ്രിന്റഡ് നോട്ടിലാണെങ്കിലും ഒക്കെ വായിച്ച് ഇരുന്ന് പഠിക്കുക. മാക്സിമം കിട്ടുന്ന ടൈം ഇനി പറയാതെ പഠിക്കുക കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിക്കോ. മോഡൽ ഉണ്ടാവില്ലേ? എന്താണ് മോഡൽ എക്സാം ഇല്ലേ ഞങ്ങൾക്ക്? അതെങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾ അറിയിക്കും കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ഇൻഫർമേഷൻ വരും, എക്സാമും കാര്യങ്ങളും അതൊക്കെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഇന്നും കൊണ്ട് നമ്മുടെ എല്ലാവർക്കും കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ നെക്സ്റ്റ് ക്ലാസ് ഇംഗ്ലീഷ് ടീച്ചറാണ്. ടീച്ചർ അവിടെ വെയിറ്റിംഗിലാണ്. ഓക്കെ,
അപ്പൊ നിങ്ങൾ എക്സാം ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടുന്ന് ഓഫീസിൽ നിന്ന് അറിയിക്കും. നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരും കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഡാഷ് ഈസ് എ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ that is a department of the hospital which directly makes contact with the patient where they first arrive. Contact with the patients where they first arrive. That is a department of the hospital which directly makes contact with the patient where they first arrive. ഏതാ ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ. ഏതാ? ഫ്രണ്ട് ഓഫീസ്. ഫ്രണ്ട് ഓഫീസ്. ഓക്കെ, വെരി ഗുഡ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. Front office departments are essentially essentially dash of the hospital. എന്താണ് നമ്മൾ പറഞ്ഞ ഹോസ്പിറ്റലിലെ എന്താണ് അവര് ഫേസ് ആൻഡ് വോളിയം. ഓക്കെ, ഫേസ് ആൻഡ് വോളിയം ഓഫ് ദ ഹോസ്പിറ്റൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The word custom means dash. The word custom means dash. Habit. Okay, very good. Habit. Next question. Customer service is also known as dash. Customer service is also known as dash. എന്താ അറിയപ്പെടുന്ന മറ്റൊരു പേര് കസ്റ്റമർ സർവീസ്? Client service. Okay, very good. Client service. CLIENT. Client service. Next one. The system for managing relationship with the customers. ഏതാ സിസ്റ്റം? ഏതാ? CRM. CRMന്റെ എക്സ്പാൻഡഡ് ഫോം ഏതാ? കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. ഇനി അത് വേറെ എഴുതുന്നില്ല കേട്ടോ. Next, the staff of front office department. The staff of front office department are directly dash. ആരെ പോലെയാണ് പറഞ്ഞേ? സ്റ്റാഫ് directly. The staff of front office department are directly. ആരെ പോലെയാണ്? directly. ആരെ പോലെയാണ്? ഫാമിലി മെമ്പേഴ്സിനെ പോലെയാന്ന് പറഞ്ഞില്ലേ? directly family members. Next one.
The front office staff works in dash shift. SHIFTS shifts. എത്ര ഷിഫ്റ്റ് ആയിട്ടാ വർക്ക് ചെയ്യുന്നത്? 3 ഷിഫ്റ്റ് 24 hours ഡ്യൂട്ടി ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്രണ്ട് ഓഫീസ് ഈസ് the front office staff works in dash shift. 3 shifts. 3 ഷിഫ്റ്റ് ആയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്രണ്ട് ഓഫീസ് ഈസ് working dash hours. എത്ര ടൈം ആണെന്ന് പറഞ്ഞേ? 24 hours. 24 hours. നെക്സ്റ്റ്. Hospital front office executive is a person who works in the dash and manage various tasks. അവിടെ വർക്ക് ചെയ്യുന്നതാണ് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ഈസ് എ പേഴ്സൺ ഹു വർക്ക്സ് ഇൻ ദ, അവിടെ തന്നെ ഉണ്ട് ആൻസർ, വർക്ക്സ് ഇൻ ദ റിസപ്ഷനിൽ അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസിൽ. ഓക്കെ, അത് ഓപ്ഷൻ നോക്കാം കേട്ടോ. ഫ്രണ്ട് ഓഫീസ്, ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ്. റിസപ്ഷനിലാണെങ്കിൽ അങ്ങനെ എഴുതാം കേട്ടോ, ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ്. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കിട്ടും കുറച്ച് ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ട്, ഇതൊക്കെ നോക്കാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് ഓഫൺ OFTEN often the first person with dash is often the first person with whom patient has with the medical facility. ആരാണ് പേഷ്യന്റിനെ ഡീൽ ചെയ്യുന്ന ഫസ്റ്റ് പേഴ്സൺ? മിസ് ഒന്നുകൂടി പറയാ ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് ഓഫൺ OFTEN dash is often the first person with whom whom patient has with the medical facility. ആരാണ് ഫസ്റ്റ് പേഴ്സൺ? ഫസ്റ്റ് ആയിട്ട് പേഷ്യന്റ് ഹാൻഡിൽ ചെയ്യുന്ന ഫസ്റ്റ് പേഴ്സൺ ആരാ? മെഡിക്കൽ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ്. RECEPTIONIST റിസപ്ഷനിസ്റ്റ്, മെഡിക്കൽ റിസപ്ഷനിസ്റ്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ഡ്യൂട്ടിയാണ് എല്ലാം ഇരുന്ന് പഠിക്കാം. പ്രിന്റ് നോട്ടും നമ്മുടെ മോക്ക് ടെസ്റ്റിലുള്ള ക്വസ്റ്റ്യൻസും എക്സ്ട്രാ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ഇന്ന് നന്നായിട്ട് ഇരുന്ന് പഠിക്കാം. എല്ലാവർക്കും എന്താ പറയാ, വിഷ് ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതാം കേട്ടോ. ഓക്കെ, ഇനിയിപ്പോ ആര് പോവല്ലേ?
മിസ് അവിടെ വെയിറ്റിംഗ് ആണ്. ഓക്കെ, മിസ് സർട്ടിഫിക്കറ്റിന്റെ കാര്യം എന്തെങ്കിലും പറയുന്നു? അതൊക്കെ നിങ്ങൾ ഇവിടെ നിന്ന് അറിയിക്കും കേട്ടോ. താങ്ക് യു.